ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ ഒരു പലഹാരം ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറച്ചായി ഒഴിച്ച് ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു മീഡിയം സൈസ് സവാള നുറുക്കിയത്, 1 പച്ചമുളകും കുറച്ച് കറിവേപ്പില നുറുക്കിയതും ചേർത്ത് ഒന്ന് വഴറ്റാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് വീണ്ടും വഴറ്റാം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായി പൊടിച്ചെടുത്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും ചേർക്കാം. അവസാനം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മാവെടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്താം. ചെറിയ പ്ലേറ്റ് വെച്ചൊന്ന് ഷേപ്പ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മറ്റൊരു ചപ്പാത്തി ഇതിന്റെ മുകളിൽ വെച്ച് പ്ലേറ്റ് വെച്ച് മുറിച്ചെടുക്കണം. സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് കുക്ക് ചെയ്യാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ച് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചെറുതീയിൽ വേവിച്ചെടുക്കണം. ഒരു വശം വെന്താൽ മറുവശം നന്നായി മൊരിയിച്ചെടുക്കണം. നമ്മുടെ സ്റ്റഫ്ഡ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്.